നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച് ഹമാസ്. 10 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകളുടെ തലേന്നാണ് ഹമാസ് വീണ്ടും പ്രകോപനവുമായി മുന്നോട്ട് വരുന്നത്. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ യുദ്ധം ഒഴിവാക്കാനായി തിരക്കിട്ട ചർച്ചകളിലാണ്. ഇറാനെയും ഇസ്രായേലിനെയും അനുനയിപ്പിക്കാനാണ് ശ്രമം. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ മിസൈൽ ആക്രമണം വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ഹമാസ് തന്നെയാണ് ഈ ആക്രമണ വിവരം പുറത്തുവിട്ടിട്ടുള്ളതും. ഇസ്രായേൽ തലസ്ഥാന നഗരമായ ടെൽ അവീവിനെയും പ്രാന്തപ്രദേശങ്ങളെയും 2 M90 റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു എന്നാണ് ഹമാസിന്റെ സായുധ സേനയായ അൽ ഖസാം ബ്രിഗേഡ്സ് വ്യക്തമാക്കിയത്. ഗാസ മുനമ്പിൽ നിന്ന് തൊടുത്ത റോക്കറ്റ് മധ്യ ഇസ്രായേൽ തീരത്തെ കടൽ തീരത്താണ് പതിച്ചതെന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. മെയ് അവസാനത്തിനു ശേഷം മധ്യ ഇസ്രായേലിലെ നഗരത്തിന് നേരെ നടത്തിയ ആദ്യ ആക്രമണമാണ് ഇത്. 2 ദീർഘദൂര റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടതെന്ന് ഹമാസ് അറിയിച്ചു. റോക്കറ്റുകൾ ജനവാസ മേഖലകളിലേക്ക് എത്താത്തതിനാൽ സൈറണുകളൊന്നും തന്നെ മുഴങ്ങിയിട്ടില്ല എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇതേസമയം ഗാസ മുനമ്പിൽ കഴിഞ്ഞ രാത്രി മുതൽ ബുധനാഴ്ച വരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണ് എന്നും US തിങ്കളാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു. ഖത്തർ, ഈജിപ്ത്, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച പുറപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് അറിയിച്ചു. എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടത് എന്നാണ് ഹമാസിന്റെ ആവശ്യം. കഴിഞ്ഞ മാസം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ ഗാസയിലെ വെടിനിർത്തൽ കരാർ കൊണ്ട് മാത്രമേ സഹായിക്കൂ എന്ന് 3 മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രയേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും 2 തട്ടിലാണ്. ടെൽ അവീവിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്നാണ് IRGC പറയുന്നത്. അത് കടുത്ത ആക്രമണം തന്നെ ആയിരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഇറാനിലെ മിതവാദികളിൽ ഒരാളായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇത്ര കടുത്ത ആക്രമണം വേണ്ട എന്ന നിലപാടിലാണ്. ഖത്തറിൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന പുതിയ റൗണ്ട് ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ചെങ്കടലിലെ ലൈബീരിയൻ പതാക ഘടിപ്പിച്ച എണ്ണക്കപ്പൽ ചൊവ്വാഴ്ച 3 തവണ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ബോംബ് വഹിക്കുന്ന ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമായിരുന്നതിനാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണമാണ് ഇത് എന്നാണ് സംശയിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.